ഈ അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. So then I'm leaving and all the best guys. Yeah. Oh yeah. വീണ്ടും പോയി കഥയും വേറെ വെച്ചാണ് വീഡിയോ നമ്മള് എന്താ പറയാ ഹണിമൂൺ പോകുമ്പോൾ സർപ്രൈസ് ഹാപ്പി ജേണി പറയും. വിവാഹത്തിന് ശേഷം കർവാ ചൗത്ത് ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുകയാണ്. ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ ഇവർക്ക് ഇതിനു മുൻപ് സംഗീത് ചടങ്ങ്, മെഹന്തി ചടങ്ങ് അങ്ങനെ 6 ദിവസത്തെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത്യാഡംബര വിവാഹം തന്നെയായിരുന്നു ആരതിയുടേതും റോബിന്റേതും. ഓരോ ചടങ്ങിനും ഓരോ ലുക്കിലാണ് ആരതി എത്തിയത്. കർവാ ചൗത്തോടെയാണ് ഈ ചടങ്ങുകൾക്ക് അവസാനമായത്. 6 ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ശേഷം 7ാം ദിവസമായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹം. രംഗോലി, സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞു. വിവാഹത്തിന് മുന്നോടിയായി പവിത്രപ്പെട്ട് ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹ സമ്മാനമായി ആരതിക്ക് ഔഡി കാറാണ് അച്ഛൻ സമ്മാനിച്ചത്. ഈ കാർ സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ആരതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. സർപ്രൈസ് ആയി പോയി എന്നും ഇത്രയും വലിയൊരു സമ്മാനം പ്രതീക്ഷിച്ചില്ല എന്നും ആരതി പറഞ്ഞു. വിവാഹത്തിന് ശേഷം ഇരുവരും 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിനായി യാത്ര തിരിക്കും. 27 അധികം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയുള്ളതാണ് ആ മധുവിധു. ആദ്യ യാത്ര 26-ാം തീയതി അസർബൈജാനിലേക്കാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത്. അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതി ആദ്യമായി റോബിനെ കാണുന്നത്. ദിൽഷ റോബിൻ വിവാഹം കാത്തിരുന്ന ആരാധകർ നിരാശരാവുകയായിരുന്നു. എന്നാൽ ദിൽഷയെ വിവാഹത്തിന് വിളിക്കാത്തതിന്റെ കാരണം ആദ്യം തന്നെ റോബിൻ തുറന്നു പറഞ്ഞിരുന്നു.